നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നയനയ്ക്ക് വയ്യാന്നറിഞ്ഞു കഴിഞ്ഞപ്പം നവ്യക്ക് ഭയങ്കര സങ്കടമായി പോയി. താനൊന്നും കാണാൻ പോലും പോയില്ല. 3-ാം മാസ ചടങ്ങിനും പോയില്ല. എല്ലാരും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ നവ്യക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനിയിപ്പൊ എന്ത് വന്നാലും കുഴപ്പമില്ല, നയനയെ പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. നയന തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ എല്ലാരും ഈ വീട്ടിൽ സങ്കടത്തിൽ തന്നെയാണ്. ഒരു പക്ഷേങ്കില് അവൾക്ക് തന്നെ ഓർത്തിട്ടൊക്കെ വിഷമം കാണും എന്നൊക്കെ നവ്യ മനസ്സിൽ കരുതി. കാരണം നയനയ്ക്ക് എല്ലാവരോടും സ്നേഹമുള്ളോ, നന്ദൂരോടും തന്നോടും ഒക്കെ. താനാണ് ശരിക്കും അവരെ തെറ്റിദ്ധരിച്ച് അകറ്റി നിർത്തിയത്. അന്ന് പക്ഷേങ്കില് താൻ അബിയെ വിശ്വസിച്ചു. അതിനുള്ള കൂലി തനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒടുവില് നവ്യ രണ്ടും കൽപ്പിച്ച് നവ്യ നയനയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ നവ്യ കുറെ ഫ്രൂട്ട്സും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. അപ്പം നയനയുടെ 3-ാം മാസ ചടങ്ങിന് വരാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം എലിസബത്ത് ആണ് ഇറങ്ങി വരുന്നത്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു നയനയെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഈ സമയത്ത് ദാമേണ്ണും കൂടെ ഇറങ്ങി വന്നു. എന്താ എലിസബത്തെ? അതെ, നയന മോളെ കാണാനെന്നും പറഞ്ഞു വന്നു. ഈ സമയത്ത് നവ്യ പറഞ്ഞു, ഞാന് നയനയുടെ ചേച്ചിയാന്ന് പറഞ്ഞു. നയനയുടെ ചേച്ചിയോ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല, കണ്ടിട്ടില്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് നയന അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയന ഇങ്ങനെ നോക്കി. കാരണം ഇതിനു മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. താൻ പ്രഗ്നന്റ് ആണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഇത്ര നാളായി. പക്ഷെ തന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത ചേച്ചി ഇപ്പൊ തന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് ശത്രുവായാണോ മിത്രമായാണോ വന്നേക്കുന്നെന്നറിയില്ല. പിന്നീട് നയന പറഞ്ഞു, ചേച്ചി കയറി വരാൻ പറഞ്ഞു. കാരണം വീട്ടിലേക്ക് വരുന്നവരുടെ ആതിഥ്യ മര്യാദ കാണിക്കണമല്ലോ. അങ്ങനെ അകത്തേക്ക് നയന നവ്യെ വിളിച്ചോണ്ട് പോവാണ്. ആ സമയം എലിസബത്ത് പറഞ്ഞു, അല്ല ഇവരെന്തിനു വേണ്ടി വന്നാന്നറിയത്തില്ലോ, ഇത്രയും നാളും വരാതിരുന്നിട്ട്. അത് കേട്ടപ്പോ ദാമു പറഞ്ഞു, അല്ല സ്വന്തം ചേച്ചിയല്ലേ, പറയാൻ പറ്റില്ല, നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നവ്യെ കൊണ്ടുവന്ന് ആ ഫ്രൂട്ട്സും കാര്യങ്ങളും ഡ്രസ്സൊക്കെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോഴേക്കും നയന വെച്ചു, ഇതെന്താ? അത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി എന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം കാണുമെന്ന്. പക്ഷെ അതൊക്കെ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കാനൊക്കെ പറയണ. നയന ഇങ്ങനെ നവ്യനെ തന്നെ നോക്കി. പെട്ടെന്ന് എന്താ ചേച്ചിക്ക് ഇങ്ങനെ ഒരു മാറ്റം? നവ്യ പറഞ്ഞു, ഇപ്പം നിനക്ക് സംശയം ഉണ്ടായിരിക്കൂല്ലേ, ഞാൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ? ഇനിയിപ്പം അഭിയോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടാണോ വന്നിരിക്കുന്നത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണെന്ന് പോലും നിനക്ക് ചിലപ്പോൾ സംശയം കാണും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല ചേച്ചി. ചേച്ചിയുടെ മനസ്സിൽ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച്. ഞാൻ അന്നും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതുവരെയായിട്ടും അബീനെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. അപ്പോഴാണ് നവ്യ പറയുന്നത്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്റെ ഭാഗത്തായിരുന്നു തെറ്റ്. ഞാനിത് മനസ്സിലാക്കണമായിരുന്നു, തിരിച്ചറിയണമായിരുന്നു. അമ്മയും നീയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട്, അബി ചതിയനാന്ന്. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. അവനെ കണ്ണടച്ച് വിശ്വസിച്ചു. അതിന്റെ കൂലി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയനയ്ക്ക് ഏകദേശ രൂപമൊക്കെ കിട്ടി. നവ്യ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് നവ്യ പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നൊരു അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. പിന്നീടാണ് നവ്യ ആ കാര്യങ്ങളൊക്കെ പറയണേ. അബി ചതിയനാന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞെന്ന്. അവന്റെ കുട്ടിയാണ് ചന്തുമോൾ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. നയനെ എന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൻ ജ്വല്ലറിയുടെ ഡേവിഡ് സാറ് ചതിക്കുമായിരുന്നു. DNA ടെസ്റ്റ് നടത്താനായിട്ട് ഡേവിഡ് സാറിന്റെ കയ്യിൽ ഞാൻ സാമ്പിൾ കൊണ്ട് കൊടുത്തേ. സാറാണ് പിറ്റേ ദിവസം നോക്കിയിട്ട് പറഞ്ഞ്, അതെ അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്ന് പറഞ്ഞ്. എനിക്ക് സംശയം തോന്നി. കാരണം ഒറ്റ ദിവസം കൊണ്ട് DNA ടെസ്റ്റിന് റിസൾട്ട് ഒന്നും കിട്ടത്തില്ലോ. അതുകൊണ്ട് ഞാനൊരു ഫ്രണ്ടിന്റെ കയ്യിൽ, നമിതയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സാമ്പിളും കാര്യങ്ങളൊക്കെ. അവൾ ഫോറൻസിക് ലാബിലാണല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെ അവളാണ് എന്നോട് ആ കാര്യങ്ങളൊക്കെ പറയണേ. ചന്തുമോള് അബിയുടെ കുഞ്ഞാന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും തകർന്നു പോയി. ആദ്യം അവനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടവനല്ല ഞാൻ. അതുകൊണ്ട് അവനെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. അവനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. എത്രയും പെട്ടെന്ന് ആദർശ എണ്ണയും നയനെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അത് കേട്ടുകഴിഞ്ഞപ്പോ നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നയന ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ നവ്യെ അവരുടെ പിണക്കങ്ങളും കാര്യങ്ങളും എല്ലാം അതോടുകൂടി മാറുകയാണ്. പിന്നീട് നവ്യ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നയനോട് പറയുന്നുണ്ട്. ഈ പറയുന്ന ഡേവിഡ് അല്ല,
അബിക്ക് നല്ല ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. ഏൻ ജ്വല്ലറിയിലേക്ക് കയറിയതിന് ശേഷം അബിക്കാണെങ്കിലും ഭയങ്കര ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെയാണ്. പഴയതുപോലെയൊന്നും അല്ല. അവനെ അവിടുന്ന് പറഞ്ഞു വിടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇതിന്റെ പിന്നില് ഡേവിഡ് മാത്രമല്ല, ഡേവിഡിന് പിന്നിൽ ആരും ഒന്ന് ശക്തമായിട്ട് കളിക്കുന്നുണ്ട്, ഒരു എതിരാളി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം നവ്യേച്ചി. അയാളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് നന്ദു ആദർശേനൊക്കെ. പക്ഷെ അയാളുള്ള ഹോട്ടലിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ അയാളെ കുറിച്ച് ഇതുവരെയായിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് നവ്യ പറഞ്ഞു, അയാളാണ് കുടുംബത്തിന്റെ നമ്മുടെ എല്ലാവരുടെ ശത്രു എന്ന് പറഞ്ഞു. അയാൾ ആരാന്ന് അറിയുവാണെങ്കിൽ, അബിക്ക് അയാളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് നയനയോട് നവ്യ പറഞ്ഞു, സൂക്ഷിക്കണം, ആദർശനോട് സൂക്ഷിക്കാനായിട്ട് പറയണം. കാരണം ശത്രു നിസ്സാരക്കാരനല്ല. ഇത്രത്തോളം വരെ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കാമെങ്കിൽ അയാൾക്കിനി ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നയന പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എന്നാലും ചേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ, അത് മാത്രം മതി. ഞാനും അമ്മയൊക്കെ എപ്പോഴും പറയുമായിരുന്നു, എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ ചേച്ചി അബിയുടെ ചതികളൊക്കെ തിരിച്ചറിയുന്ന, അബിയുടെ വലയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. എനിക്ക് അബിയെ അവിടെ നിന്ന് അടിച്ചിറക്കണം. പക്ഷെ അതിനു മുമ്പ് നീയും ആദർശനും ആ വീട്ടിലേക്ക് വരണം. എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയുമായിട്ട് അങ്ങനെ അത് സെറ്റാവുകയാണ്. അപ്പൊ ഇനി അവർ ഒന്നിച്ചാണ് സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ താനും സഹായിക്കാന്ന്, എൻ ജ്വല്ലറിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട്. ഇപ്പം നവ്യ എൻ ജ്വല്ലറിയുടെ ഒരു ഭാഗമാണല്ലോ, അവിടുത്തെ മോഡലാണല്ലോ. അപ്പൊ പിന്നെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ താനും സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് നവ്യ പോകുന്നത്. ഈ സമയത്ത് വേണു അനാമയും കൂടെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. മൂർത്തി മുത്തച്ഛനെ കണ്ടു വില പേശാനായിട്ട്. കോമ്പൻസേഷൻ വേണമല്ലോ. എങ്ങനെയെങ്കിലും അത് തുക കിട്ടുവാണെങ്കിൽ കടവും വീട്ടിക്കോ എങ്ങനെയാണ് സുഖിച്ച് ജീവിക്കാം. എന്ത് ചെയ്യാനാന്ന് പറ. ഹനാമയ്ക്കാണെങ്കിൽ നേരെ ചൊവ്വേ ഫുഡ് കഴിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയാ. വീട്ടിലേക്ക് സാധനം മേടിക്കണ പൈസ വേണം. അതുകൊണ്ട് വേണു ചെലവ് അങ്ങോട്ട് ചുരുക്കി. അനാമിക പെട്ട് ആകപ്പാടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. ഇനിയിപ്പം ഡിവോഴ്സോടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ചിന്ത. അങ്ങനെ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് കുറച്ച് കോമ്പൻസേഷൻ ആയിട്ട് കുറച്ച് തുക കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അതിനിപ്പോ കാല് പിടിച്ചാലും ശരി, ചെന്ന് ചോദിക്കുക തന്നെ. അങ്ങനെ അനാമിയെയും കൂട്ടി വേണു അനന്തപുരിയിലേക്ക് വന്നു. അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയാണ് ചെന്ന് കഥ തുറക്കുന്നത്. അനാമിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഞങ്ങൾക്ക് മൂർത്തി സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ദേവേനിച്ചു, അല്ല എന്തിനാ കാണുന്നതെന്നൊക്കെ ചോദിക്കുക. അത് ഞങ്ങൾ മൂർത്തി സാറിനോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനും മുത്തശ്ശി അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അനാമികയും വേണുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശന് മനസ്സിലായി മിക്കവാറും ഒരു വിലപേശലിനുള്ള വരവായിരിക്കും. മുത്തശ്ശൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല സാറിന് അറിയാലോ, ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കോടതിയിലാണ്. അടുത്ത ദിവസം അത് വീണ്ടും വിളിക്കുക കേസ്. ആ കേസ് വിളിച്ചു കഴിയുമ്പോൾ അനാമിക മോള് ഡിവോഴ്സ് കൊടുക്കണമല്ലോ. ഞങ്ങൾക്ക് അതിന് സമ്മതമാണ്, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ എങ്കിൽ സാറൊരു കാര്യം ചെയ്യണം. അങ്ങനെ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് കുറച്ച് തുക കോമ്പൻസേഷൻ ആയിട്ട് തരണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനെ ദേഷ്യം സഹിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞു, നാണമില്ലോടോ തനിക്ക്. ഈ പേരും പറഞ്ഞു മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ തന്റെ കർണം തീർത്ത് ഞാൻ പൊട്ടിച്ചു വിട്ടാലേ. എന്നിട്ട് വന്നിരിക്കുന്നു. എടാ നീ നിന്റെ മോളും ഒക്കെ കോടതിയിലെ എന്റെ ഭാര്യേനെ കുടുംബത്തെ മുഴുവൻ നിർത്തിയതൊന്നും ഞാൻ മറന്നുപോയിട്ടില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞു പിടിപ്പിച്ചേ. അതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നു കാണൂലേ. പക്ഷെ അതൊന്നും മറക്കുന്നവനല്ലടായി മൂർത്തി. യാതൊരു ഉളുപ്പില്ലാതെ വന്നിരിക്കുന്നു. 5 പൈസ പോലും കോമ്പൻസേഷൻ ആയിട്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനാമ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സിന് സമ്മതമല്ലെന്ന് ഞാൻ കോടതിയിൽ അറിയിക്കുമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അറിയിച്ചു. ഇപ്പൊ അത്ര ധൃതി പിടിച്ച് ഡിവോഴ്സ് വേണം ഞങ്ങൾക്ക് ആർക്കും ഒരു നിർബന്ധമില്ല. അങ്ങനെ കൂടെ മുന്നോട്ട് പോട്ടെ. ഇത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നിന്നെ കൊണ്ടൊക്കെ പറ്റുന്നൊക്കെ നീ അങ്ങ് ചെയ്യുക. എന്താണെങ്കിലും അയക്ക് ഡിവോഴ്സ് മേടിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ട്, പൈസയുടെ പേരും പറഞ്ഞുകൊണ്ട് മേലാൽ ഇവിടെ കാല് കുത്തിയിട്ടുണ്ട്. കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു, മൂർത്തി സാറെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ എൻ്റെ മോളുടെ ഡിവോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്ക് വേറെ വിവാഹമൊക്കെ നടത്തി വരണ്ടേ. അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. മൂർത്തി പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ നീ എന്താന്ന് ചെയ്യടാ. നിനക്ക് മറ്റുള്ളവരെ ചതിക്കാൻ അറിയാലോ. ചതിയും വഞ്ചനയും ബസ്താക്കിയേക്കുന്നവനല്ലേ. അപ്പൊ അതുപോലെ തന്നെ നീ ഇനി അങ്ങ് തുടർന്നാ മതി. അല്ലാതെ ഇവിടെയല്ല നിന്റെ മോൾക്കുള്ള കോമ്പൻസേഷൻ തുക വെച്ചിരിക്കുന്നേ. അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ വായി വന്നെല്ലാം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നാണം കെട്ടിട്ടാണ് വേണു അനാമിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങണേ.
തല്ലാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ട് വന്നതാ. കാരണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കാനായിട്ട് വന്നതാ. ഒടുവിലും മുത്തശ്ശൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ടുള്ള നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കും, ഇറങ്ങി പോയിക്കോണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുന്നത്. അനാമികയൊക്കെ പേടിച്ചു വരച്ചു പോയി. ഇത്രയ്ക്കൊന്നും അനാമിക പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം എന്തു ചെയ്യും? ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവള് തയ്യാറായില്ലെങ്കിൽ അനിയുടെ കാര്യം ഇങ്ങനെ നീണ്ടു പോകത്തല്ലേ ഉള്ളൂ. അവര് പറയുന്ന തുക അങ്ങോട്ട് കൊടുത്തേക്കുമായിരുന്നെങ്കിൽ ആ ശല്യം അങ്ങോട്ട് മാറി കിട്ടിയാണെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അവര് കോടികളാ വസന്തരെ ചോദിക്കുന്നേ. കോടികൾ കൊടുത്ത ഡിവോഴ്സ് മേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അവസാനം വരുമ്പോ വേറെ ഗത്യന്തരം ഇല്ലാതെ എന്താന്ന് വെച്ചാൽ അവര് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശന് യാതൊരു കുലുക്കവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീട് നാഗേന്ദ്രനെ കാണാനായിട്ട് അഭി വരുന്നുണ്ട്. അങ്ങനെ അഭി വരുന്ന സമയത്ത് നാഗേന്ദ്രനോട് അഭി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അവന്തികയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനി അത് നീട്ടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി അനിയുടെ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സിന് കുറച്ച് തുക കൊടുക്കേണ്ടതായിട്ട് വരും, എങ്കിൽ മാത്രമേ ഡിവോഴ്സ് കിട്ടത്തുള്ളൂ. പക്ഷെ ആ തുക കൊടുക്കാനായിട്ട് മുത്തശ്ശി സമ്മതിക്കുമെന്ന് അറിയില്ല അച്ഛാ. അങ്ങനെ വന്നാൽ വീണ്ടും കാര്യങ്ങൾ നീണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് നോക്കാം, എന്താ സംഭവിക്കുക നോക്കാം. ഞാൻ കോടതി കേസ് വരട്ടെ, വന്നു കഴിഞ്ഞിട്ടല്ല ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയണം. പിന്നീട് അഭി പറഞ്ഞു, അച്ഛാ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? നവ്യയുടെ കാര്യമാന്ന് പറഞ്ഞു. അവളുടെ എന്ത് കാര്യ? അല്ല, അവളിപ്പം നമ്മുടെ കമ്പനി പരസ്യ മോഡലാണല്ലോ. അവളെ മാറ്റിയിട്ട് അവളുടെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഡേവിഡിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഡേവിഡ് സാറെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇപ്പൊ ഡേവിഡായി. അയാൾ അതിന് തക്കതായ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ നോക്കിയിട്ട് അവളുടെ സ്ഥാനത്ത് വേറൊരാൾ പറഞ്ഞതാ. കുറെ കാലമായില്ലേ. അത് മാത്രല്ല, അവളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ടച്ചാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അവളെപ്പോഴൊരു പെൺകുട്ടി അല്ല ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം അയാൾ പറഞ്ഞു, നാഗേന്ദ്രൻ പറഞ്ഞു, നീ പേടിക്കണ്ട മോനെ, നിന്റെ വിഷമമൊക്കെ എന്താന്ന് എനിക്കറിയാം, ഈ അച്ഛൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുവാണ് അവിയെ. പിന്നീട് രേവതി ആ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. എപ്പോഴാ വേണു അനാമികം വരുന്നെന്ന് അറിയത്തില്ല. ഇനിയിപ്പം മൂർത്തി സമ്മതിച്ചോന്ന് അറിയത്തില്ല കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ വേണു അനാമികം വന്ന് കയറി. രേവതി, ചെന്തായ കാര്യങ്ങള്, കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞോ? വേണു പറഞ്ഞു, തല്ലി കിട്ടാതെ പോകുന്നത് തന്നെ ഭാഗ്യം, അയാൾക്കൊരു മാറ്റം ഇല്ലടി എന്ന് പറഞ്ഞു. അത് കേട്ടിനിപ്പോ രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് കൊടുക്കണ്ട വേണുവേട്ടാ. എന്തിനാ ഡിവോഴ്സ് കൊടുക്കുന്നേ? അവൻ അവിടെ കിടക്കട്ടെ കുറച്ചാള്. ഡിവോഴ്സ് കിട്ടാതെ ഇനി അവന് വേറെ കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, ഡിവോഴ്സ് കൊടുക്കാതിരുന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ? എനിക്കും വേണ്ട ഒരു വേറൊരു ജീവിതം. വേണു പറഞ്ഞു, നീ നിന്റെ ജീവിതം നോക്കി പോയിട്ടുണ്ടെങ്കിലേ ഈ കടവും കാര്യങ്ങളൊക്കെ ബാക്കി ആര് നോക്കും? നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ച കുറെ തുകയുണ്ട്, അതൊക്കെ പിന്നെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയോട് ദേഷ്യപ്പെടുവാണ്. അനാമികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം പോയ കാര്യവും നടന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി അവനെ താൻ സൂഹിക്കാൻ സമ്മതിക്കില്ല. അവനിപ്പം അങ്ങനെ ഡിവോഴ്സ് കിട്ടണ്ട, എന്ത് ചെയ്യണം തനിക്കറിയാം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു അനാമികയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.